വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് വന്ദന. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജന്മാഷ്ടമിയും കൂടിയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളിത് രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുവാണ്. അപ്പം അമ്പലത്തിൽ പോവുക, പിന്നെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി അമ്പലത്തിൽ പോയിട്ട് വരാം, വന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിലും കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നിൽക്കുവാണ്. കുട്ടി എഴുന്നേറ്റു, അവൻ ഓൾറെഡി റെഡിയാക്കി ഞാൻ നിർത്തിയിരിക്കുവാണ്. അപ്പോൾ ഞാനെന്തേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പം എൻ്റെ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്കിൻ കെയറിൽ നിന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അതെ ഫേസ് വാഷ് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാഷ് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് തൊട്ട് നമുക്ക് കാണാം. സോ ടോണർ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ദി മോംസ് സ്ക്വാഡ് നാച്ചുറൽ വൈറ്റമിൻ സി ഫേസ് ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സിറം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോറിയലിന്റെ ഹൈറലോണിക് ആസിഡ് സിറമാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. Hi guys. ഭയങ്കര ഇവിടെ ഭയങ്കര ഞാൻ നിൽക്കുന്ന റോഡിൽ കൂടി വണ്ടി പോകുന്നതിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറുക കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവാൻ ചാൻസ് ഉണ്ട്. പ്ലീസ് എക്സ്ക്യൂസ്. വേഗം ഇറങ്ങട്ടെ, സമയം ഒത്തിരിയായി. അപ്പോൾ ഫോളോയിങ് വിത്ത് സൺസ്ക്രീൻ. നമ്മൾ രാവിലെ ആണല്ലോ പുറത്ത് പോകുന്നത്, അപ്പോൾ സൺസ്ക്രീൻ ഈസ് മസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പോയി വേഗം റെഡി ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന അമ്പലം ഇതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. ഈ രാവിലെ തന്നെ അമ്പലത്തിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. നമ്മൾ ഭയങ്കര റിഫ്രഷ്ഡ് ആയെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഭയങ്കര ഹാപ്പിയായിട്ടല്ല, ആക്ച്വലി നല്ല ടയേർഡായിട്ട് ഞങ്ങൾ വന്ന് ഇരിക്കുവാണ്. കുറച്ച് നേരം വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടിയും കൂടി ഇരുന്ന്
കഴിച്ചിട്ടിരിക്കുമായിരുന്നു. ഇവക്കുട്ടി അങ്ങനെ ദോശ മാത്രമേ കഴിക്കുള്ളൂ, കടലക്കറി കഴിച്ചില്ല, എരിവാന്ന് മേടിച്ചിട്ട് കഴിച്ചില്ല. ഞാൻ തരുന്ന ദോശയൊക്കെ ആസ്വദിച്ച് കഴിക്കുവാണ്. ഞാനിരുന്ന് ഈ കലക്കിക്കൊണ്ടിരുന്നത് കടലക്കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് അത് ന്യൂട്രലാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ക്ഷീണം അകറ്റാൻ വേണ്ടി ഞാനും ഇവക്കുട്ടിയും കൂടി കുറച്ച് നേരം പോയി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റത് കാരണം തന്നെ എനിക്ക് ഇച്ചിരി ക്ഷീണമായിരുന്നു. ഇച്ചിരി നേരം ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ലഞ്ച് ടൈമായി. പിന്നെ ഞാൻ പോയി ഫുഡ് കഴിച്ചു. ചോറും ഈ അവിയലും ഈ ഒരു കത്തിരിക്ക കറിയാണ് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് മീൻ ചാറുമായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് എനിക്ക് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിരുന്ന് എഴുതുവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ മെൻഷൻ ചെയ്ത് വെക്കുന്നതാണ്. ഒപ്പം തന്നെ കുറച്ച് കണ്ടൻറ്റുകളൊക്കെ കിട്ടിയത് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ വിട്ടുപോയില്ലല്ലോ. അത് കാരണം ഞാനിങ്ങനെ അതൊക്കെ നോട്ട് ചെയ്യുകയാണ്. നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ തോന്നി. ചായക്ക് വെക്കാൻ വേണ്ടി പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാലുണ്ടായിരുന്നില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാനും ഇവക്കുട്ടിയും കൂടി പാല് മേടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള കടയിലേക്ക് പോയി കേട്ടോ. പോയി വന്ന സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് ചായക്ക് വെച്ചു. അപ്പോഴേക്കും ഞാൻ ചീറ്റോസ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ചീറ്റോസ് ഭയങ്കര ഇഷ്ടം, ഈ ഫ്ലേവർ ചീസി പഫ്സ്. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർക്കും അറിയാം. ഞാനിവിടെ ഇപ്പോൾ 3 മുട്ട എടുത്തിട്ടുള്ളത്, ഇച്ചിരി പാല്, പഞ്ചസാര, ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ആക്ച്വലി ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് പഞ്ചസാരയല്ല, പകരം ശർക്കര ഉണ്ടെങ്കിൽ ശർക്കരയാട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി കളറും കൂടി കിട്ടും. പക്ഷേ ഇപ്പം എൻ്റെ അതില്ലാത്ത കാരണം ഞാനിത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് നമ്മൾ ബ്രെഡ് മുക്കുക, അത് ടോസ്റ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി സ്നാക്കാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. മാത്രമല്ല നമുക്കിങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഉള്ള ബ്രെഡൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര ഈസിയാണത്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡിയായി. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ച് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. കാര്യം ഇതിൽ നമ്മൾ പാലും മുട്ടയൊക്കെ ചേർക്കൽ, ലിക്വിഡായിട്ടുള്ളൊരു ഇത് ചേർക്കുന്ന, അതിൽ കുതിർന്നിട്ടല്ലേ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അത് കാരണം തന്നെ ഇത് ഭയങ്കര സോഫ്റ്റായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ബ്രെഡൊക്കെ അങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ മുട്ടയും ഉള്ളിൽ ചെല്ലും. ഇത് സോഫ്റ്റ് ആയത് കാരണം അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും, ടേസ്റ്റിയാണ്. ഇതിൽ ഭയങ്കര മധുരമൊന്നുമില്ല, ഞാൻ ഇച്ചിരി ഷുഗറേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ചെടുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ദൈവക്കുട്ടിയും ഞാനും കൂടി ഇരുന്ന് കഴിക്കുവാണ്. ചൂട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ദൈവക്കുട്ടി കിടന്ന് അവിടെ ഓട്ടവും ബഹളമൊക്കെ ആയിരുന്നു. അവന് വീട്ടിലിരുന്നിട്ട് ബോറടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദൈവക്കുട്ടിയും കൂടി എവിടെ പോയപ്പോ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ദൈവക്കുട്ടിക്ക് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഇവിടെ നിന്ന് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പതിയെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോവുക അല്ലേ കുട്ടാ? കയ്യിലൊരു ഫുട്ബോളൊക്കെ എടുത്തിട്ടുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ആക്ച്വലി ഞങ്ങൾ അന്നേരം ഇവിടെ എത്തിയതാണ്, പക്ഷെ എന്നിട്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്നേരം ശ്രീഹരി അവിടെ ഉണ്ടായിരുന്നില്ല, ശ്രീഹരി ഉണ്ടായിരുന്നില്ല, എൻ്റെ ബ്രദറിൻ്റെ മോൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാനും ചേച്ചിയും കൂട്ടി സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അന്നേരം ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതായത് ചേട്ടൻ എത്തിയപ്പോഴത്തേക്കും അനിയനും ചേട്ടനും കൂടിയുള്ള കളിയാട്ടോ ഈ കാണുന്നത്. പിന്നെ അങ്ങൊരു ബഹളമായിരുന്നു അവിടെ.
ആകെ എന്താ പറയുക, എനിക്കറിയത്തില്ല, അങ്ങനെ ബഹളമായിരുന്നു രണ്ടാളും കൂടി. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ വല്യമ്മയുടെ വീടുണ്ട്, നേരെ അങ്ങോട്ടേക്കും കൂടി പോയിട്ടുണ്ടായിരുന്നു. അവിടെയും പോയിട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു ഹോൾ ഡേ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് യു ഓൾ ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.